കാര്യത്തിനും അപ്രൂവൽ എടുക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതോ 10 പേരെ കണ്ടു വരുമെന്ന് വിചാരിച്ച് ഒരു ഫംഗ്ഷനെ ക്യാൻസൽ ചെയ്യുന്ന ആളാണോ? ഇതൊന്നും അല്ലാതെ ഒരു കോൺവെർസേഷൻ തുടങ്ങിയ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഒരു വഴക്കുണ്ടാവുന്ന അല്ലെങ്കിൽ വഴക്കായി പോകുന്ന ഒരാളാണോ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു തിയറി പറഞ്ഞുതരാം. കാരൻ ഹോണീസ് സൈക്കോ അനലറ്റിക് തിയറി. ഇതനുസരിച്ചിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ നമ്മൾ 3 പ്രൈമറി ഇൻ്റർപേഴ്സണൽ കോപ്പിംഗ് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് മൂവിങ് ടുവേർഡ്സ് പേഴ്സൺ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിനും അപ്രൂവൽ ചോദിക്കുക, എല്ലാ കാര്യത്തിനും പ്ലീസിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനത്തെ ആൾക്കാരെ നമ്മളൊരു ഭയങ്കര പ്ലീസിങ് ആൾക്കാരെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. രണ്ടാമത്തത് മൂവിങ് എവേ ഫ്രം പീപ്പിൾ. മൂവിങ് എവേ ഫ്രം പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള എല്ലാ സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്യുക. മോർ ഓഫ് ഒരു ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് ആൾക്കാർ. ഇനി മൂവിങ് എഗെയിൻസ്റ്റ് ആൾക്കാർ. മൂവിങ് എഗെയിൻസ്റ്റ് ആൾക്കാരെ നമ്മൾ ഒരുപാട് കാണാറുണ്ടെന്നോ. നമ്മൾ കണ്ടിട്ടില്ലേ, ട്രാഫിക് സിഗ്നലിൽ വണ്ടി മൂവ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതുപോലെ എല്ലാ കാര്യത്തിനും അഗ്രസീവായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മൂവിങ് എഗെയിൻസ്റ്റ് പീപ്പിളിൽ പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസണായിട്ട് കാരൻ ഹോണി എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന ആങ്സൈറ്റീസും നീഡ്സും ഡിസയേഴ്സും ഒക്കെ കാരണമാണ് നമ്മൾ ഈ കോപ്പിംഗ് മെക്കാനിസം യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ.